മാ ഉമ്മ ഇതൊന്ന് കണ്ടു നോക്കിക്കേ. ഉമ്മയുടെ മൂത്ത മോടെ പ്രകടനം ഒന്ന് കണ്ടു നോക്കിക്കേ ശരിക്കും. ഇതിനെന്താ കുഴപ്പം? നല്ലതല്ലേ? കൊള്ളാം. പണ്ടേ അവക്ക് ഇതിനോടൊക്കെ നല്ല കോമ്പോ, പാട്ടിനും ഡാൻസിനും ഒക്കെ. അടിപൊളിയായിട്ടുണ്ട്. എന്താ ഇതിനിപ്പോ കുഴപ്പം? കുഴപ്പം ഇത് ഭയങ്കര പ്രശ്നം പിടിച്ച ഇടപാടാണ് ഉമ്മ. ഇതൊക്കെ ഈ ഫോണിലൊക്കെ വീഡിയോ എടുക്കുക പറഞ്ഞാലൊക്കെ അതിൽ വരുന്ന വീഡിയോയുടെ താഴെ വരുന്ന ഓരോരുത്തരും എഴുതി വിടുന്ന കാണണം. നമുക്ക് അറയ്ക്കും. ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ട് ഈ പെണ്ണിന്? മനുഷ്യന് നാണക്കേടല്ലേ ഇതൊക്കെ? അത് ഈ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പല രീതിയിലും ഒക്കെ ചെയ്യും. വേറെ വല്ല പണിയുണ്ടോ? കുറെ വീഡിയോകളൊക്കെ ചെയ്യുന്നത് എന്തെടുക്കാനാ? ഒരാവശ്യവും ഇല്ലാത്ത പരിപാടി ഇതൊക്കെ. നല്ല അടക്കോ ഒതുക്കമുള്ള പെൺപിള്ളേർക്ക് പറ്റിയ പണിയൊന്നല്ല. അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും പണി ചെയ്തുകൂടെ? ഇതിനകത്തൊക്കെ കയറിയിരിക്കണോ കണ്ടവന്മാരൊക്കെ ഓരോന്ന് പറയിപ്പിക്കാനായിട്ടൊക്കെ? അതുകൊണ്ട് മോളെ വിളിച്ച് പറഞ്ഞോ ഇതൊക്കെ മാറ്റിയെടുക്കാനെന്ന്. മോളൊക്കെ തന്നെയാണ്, പക്ഷെ മറ്റുള്ളവർക്കൊക്കെ നാണക്കേടുണ്ടാക്കുന്ന രീതി ഉണ്ടാക്കി വെച്ചോണ്ടല്ലോ എൻ്റെ വായിക്കുന്നതെല്ലാം കേൾക്കണ്ട. അതുകൊണ്ട് മോള് വിളിക്കുമ്പോൾ ഒന്ന് പറഞ്ഞേക്ക് മോളെ ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കാന്. ഓരോരുത്തർ രാവിലെ മുതലേ വിളിക്കുക. വീഡിയോയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ അതിന് താഴെ ഇടുന്ന കമന്റോ എന്തോന്നാ ഇത്? എടി അതിനെന്താ കുഴപ്പം? ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമൊന്നും കാണുന്നില്ല. പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് എന്താ തെറ്റ്? അവള് മാന്യമായിട്ട് തന്നെയല്ലേ അവള് ചെയ്യുന്നത്. ഒരു കുഴപ്പം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ കുറ്റം പറയാനാണെങ്കിൽ എല്ലാവർക്കും കുറ്റം പറയാം. അതൊരു നല്ല രീതി നടന്നാലും മോശപ്പെട്ട രീതി നടന്നാലും കുറ്റം പറയുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ നോക്കിയാലേ ജീവിക്കാൻ പാടാ. മറ്റുള്ളവരെന്ത് ചിന്തിക്കും, മറ്റുള്ളവരെന്തൊരു വിചാരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറ്റത്തില്ല. നമ്മളിപ്പോൾ നല്ല നടപ്പ് നടന്നിട്ട് എന്ത് കിട്ടാനാ? അതിലും കുറ്റം കണ്ടുപിടിക്കും. മോശമായിട്ട് നടന്നാലോ അതിൻ്റെ ഡബിളായിട്ടും പറയും. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാത്ത ചേട്ടാ, അവളത് ചെയ്യട്ടെന്നേ. അവളെൻ്റെ അടുത്ത് ഇത് 2-3 വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ. ഞാനും നല്ല സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം പേടിക്കരുത്. ഇത് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നവരുണ്ട്. ആരും നല്ലത് പറയണമെന്ന് ചിന്തിക്കണ്ട. ഇപ്പം നീ തന്നെ പറഞ്ഞിട്ടില്ല കുറ്റം. കുടുംബത്തിൽ തന്നെ ഒരാൾ കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്റെ മോക്കും ഉണ്ടല്ലോ ഇതുപോലത്തെ ഫോണും കാര്യങ്ങളൊക്കെ. നീ അവളോട് പറ അതൊക്കെ ചെയ്യാൻ. നല്ല വരുമാനം അവൾക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കുറ്റം പറയുന്നവരൊക്കെ താനെ അങ്ങ് മാറിക്കോളും. മറ്റുള്ളവർ ചിന്തിക്കുന്നു പറഞ്ഞുകൊണ്ട് ഒരു കാര്യം നടക്കത്തില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ടോണ്ട് നീ പറയാൻ നിൽക്കല്ലേ. ഇത് നിന്റെ കൂടപ്പുറപ്പിന്റെ മോളാ, അതായത് നിന്റെ മോളും കൂടെ അത്. അതുകൊണ്ട് നീയും കൂടെ കുറ്റം പറഞ്ഞത് ശരിയാവോ? ഞാനൊന്നും പറയുന്നില്ല. എടി മോളെ, പെൻഷൻ കാശ് വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉമ്മ അങ്ങോട്ട് വരുന്നില്ല. മോൾ ഇങ്ങോട്ടൊന്ന് വാട്ടാ. എൻ്റെ കാലിനൊക്കെ അങ്ങ് ഭയങ്കര വേദന അങ്ങ്. അതുകൊണ്ട് മോൾ ഇങ്ങോട്ടൊന്ന് വാ. പൈസ ആയിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതാ. ഞാനീ വരുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് ആവശ്യങ്ങളൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് മോള് നാളെ ഇങ്ങോട്ട് വാ. അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ നാളെ വൈകിട്ടോ ഇങ്ങോട്ട് വാട്ടാ. കാലിനെ മരുന്നൊക്കെ ഇനി കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് വരാൻ നോക്കി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കയ്യിൽ നിന്നെല്ലാം അങ്ങ് ചിലവായിപ്പോവും. വരണേ? ആ ശരി എന്നാ. ഓ, പെൻഷൻ വന്നത് മൂത്ത മോളെ വിളിച്ച് പറയുന്നതായിരിക്കും. എന്താ ഇപ്രാവശ്യം ഉമ്മ പോകുന്നില്ലേ? അല്ലല്ലോ ആ സമയമാകുമ്പോഴത്തേക്കും മോള് വിളിക്കുകയും ചെയ്യും, വിശേഷങ്ങളൊക്കെ അന്വേഷിക്കും. അത് വേറെ ഉമ്മ വിളിക്കത്തുമില്ല, കാണാനും വരത്തില്ല. എന്തായാലും കൊള്ളാം. ഓ, എങ്ങനെ വരും? രണ്ടുപേരും തമ്മിൽ കണ്ടതിൽ വഴക്കല്ലേ? കൂടപ്പുറപ്പുകളാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നെ കൂടെ കൂടുതലൊന്ന് പറയിപ്പിക്കല്ലേ നീ. എപ്പോൾ തമ്മിൽ കണ്ടാലും വഴക്ക് വഴക്ക് വഴക്ക്. ഈ പ്രാവശ്യം എനിക്ക് പൈസ കൊണ്ട് അങ്ങോട്ട് പോകാൻ വയ്യ. എൻ്റെ കാലിനൊക്കെ ഭയങ്കര വേദന. മരുന്നൊക്കെ തീരുമ്പോഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു. അവൾക്കും ആവശ്യങ്ങളൊക്കെ കാണത്തില്ലേ. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വന്ന് അവൾ പൈസ മേടിച്ചോളും. പടച്ചോനെ ഓർത്ത് നിൻ്റെ വീടിൻ്റെ വാതൊക്കെ വരുന്നത്. നീ കുത്തുവാക്ക് പറഞ്ഞ് തമ്മിൽ രണ്ടുകൂടെ വഴക്കാക്കല്ലേ. നിങ്ങളിപ്പോൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും പോകുന്നോ ഉണ്ടോയെന്ന് അറിഞ്ഞാലേ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് എനിക്ക് പോകാനും തോന്നത്തില്ല. ബാക്കിയുള്ളവർ എൻ്റെ അടുത്ത് കുറ്റം പറിച്ചിടും. അതുകൊണ്ട് അവൾ ചിലപ്പോൾ ഇന്ന് വൈകിട്ടോ ചിലപ്പോൾ നാളെയോ വരും. നിൻ്റെ വീടിൻ്റെ വാതക്കയിലാണ് വരുന്നത്.
വല്ലം പറയാനുള്ള എൻ്റെ സ്വഭാവം മാറും. രണ്ടുപേർക്കും എന്തിനു കിട്ടും. ഓഹ്. ഓ, ഞാനൊന്നും പറയുന്നില്ലേ, ഞാനൊരു അക്ഷരവും മിണ്ടത്തില്ല. പോരെ. മാ, മോ. ഓ, മാ. ആര്? ആഹാ, നീയാ? നീ എന്താടി ഈ രാത്രിയില്? കയറി വാ ഇങ്ങോട്ട്. ഓ, ഞാൻ കയറുന്നൊന്നുമില്ല. ഇനി ഞാൻ കയറിയിട്ട് വേണം ഇനി ഇവിടെ മുടിഞ്ഞു പോയെന്നേ ഓരോരുത്തർ പറയാനായിട്ട്. അതുകൊണ്ട് ഞാൻ കയറുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നതേ ഞാൻ അറിയുന്നുണ്ട്. ഞാൻ ഈ രാത്രി തന്നെ ഓടി വന്നാൽ എനിക്ക് നാളെ വരാൻ പറ്റത്തില്ല അമ്മ. നാളെ എനിക്ക് കുറച്ച് അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇങ്ങ് വന്നത്. ആഹാ, അപ്പോൾ നീ ആ സുധിയുടെ മോടെ കല്യാണത്തിന് വന്നപ്പോഴത്തേക്ക് നീ ആ രമയുടെ ഒക്കെ പറഞ്ഞു കൊടുത്തതോ? പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയാൽ ഞങ്ങൾ പൈസ കൊടുക്കാറില്ല. മൂക്കറ്റ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും മേടിച്ചത് അങ്ങനെ പലയിടത്തും ഞാൻ പൈസ കൊടുക്കാതെ പോയിട്ടുണ്ട്. ഏതെങ്കിലും സ്ഥലത്ത് ഞാൻ അങ്ങനെ പോയിട്ടുണ്ടോ? അത് പിന്നെ എന്ത് വർത്താനം അമ്മ അതങ്ങനെ പറഞ്ഞു നടക്കുന്നത്? അപ്പോൾ പിന്നെ എന്നെപ്പറ്റി പറഞ്ഞു നടന്ന പിന്നെ എനിക്ക് പിന്നെ അവിടെ പഴയ കാര്യങ്ങൾ എനിക്കും പറയേണ്ടി വന്നു. ഇനിയും പറയും. എന്നെപ്പറ്റി പറഞ്ഞു നടക്കുന്നില്ലേ? അത് ഏതും പോരാത്ത ആ രമയെടുത്താ പറഞ്ഞിരിക്കുന്നത്. അവർ നാട് മൊത്തം പറഞ്ഞ നടപ്പുണ്ട്. എന്തിനാ ഈ നാണം കെട്ട വർത്താനം പറയുന്നത്? പൈസ കൊടുത്തിട്ട് തന്നെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോകുന്നത്. പിന്നെ എനിക്കും പറഞ്ഞൂടെ? അതുകൊണ്ടാണ് ഞാനും പറഞ്ഞു. ആഹാ, നീ ഇപ്പം എന്നെപ്പറ്റി എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നത്? പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ആരാൻ്റെ അടുത്ത് സ്നേഹമായിരുന്നോ അവൻ്റെ കൂടെ കറങ്ങാൻ പോകുന്നു, ഇതൊക്കെ ഇപ്പം എന്തിനാ എല്ലാവരോടും പറഞ്ഞു നടക്കുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. അതൊക്കെ ഇപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ആർക്കെല്ലാം പറഞ്ഞ് നടക്കുന്നതെന്ന് അറിയാമോ? നാണം കെട്ട് നിൽക്കുമോ ഞാൻ? എല്ലായിടത്തും നടന്ന് അങ്ങ് പറച്ചിലാണ്. അപ്പം അങ്ങനെയുള്ളവരുടെ വീട്ടിലൊക്കെ ഞാൻ എങ്ങനെയാമ്മ കയറുന്നത്? അവൾ എന്നെപ്പറ്റി പറയുമ്പോൾ ഞാൻ അവളെപ്പറ്റി പറയും. എനിക്കെന്താ നാക്കൊന്നുമില്ലേ പറയാൻ വേണ്ടിയിട്ട്? എന്നെപ്പറ്റി പറഞ്ഞാൽ ഞാനും പറയും. ഇനിയും ഞാൻ പറയും. എന്നെപ്പറ്റി പറഞ്ഞു നടന്ന പിന്നെ എനിക്കും പറഞ്ഞൂടെ? നീ ഉള്ള സ്ഥലത്ത് ഞാൻ ഇനി ഒരു സ്ഥലത്തും ഞാൻ പോകത്തില്ല. അങ്ങനെ എത്രയോ സ്ഥലത്തൊക്കെ ഞാൻ പോകാതിരുന്നിട്ടുണ്ട്. കാരണം അവിടെ എല്ലാം നാണം കെടുത്തുവല്ലേ. ഞാൻ എന്ത് ചെയ്തിട്ടമ്മ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ എന്തിനാ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു നടക്കും. ഇനി അവൾ എന്നെപ്പറ്റി പറഞ്ഞ് ഞാനും പറഞ്ഞു നടക്കും. ഇതൊക്കെ കുടുംബത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വല്ലവരൊക്കെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അവിടെ വീട്ടിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ട് അവൾ ഒരു വാക്ക് എന്നെ വിളിച്ച് പറഞ്ഞ മറ്റുള്ളവർ പറഞ്ഞറിയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം എനിക്ക് വേദനയില്ലേ? അപ്പോൾ പിന്നെ എനിക്കും ഇനി ഞാനും ഒരുപാട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ തന്നെ ഇനിയും എന്നെപ്പറ്റി വീണ്ടും പറഞ്ഞ് അപവാദങ്ങൾ പറഞ്ഞാൽ ഞാൻ ഇനിയും പറഞ്ഞു കൊടുക്കും. എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ എല്ലാവരെക്കാട്ടി കൂടുതൽ എനിക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഇനിയും ഞാൻ പറഞ്ഞു നടക്കും. ഇനിയും പറയും ഞാൻ. ആ, അപ്പം നീ പറഞ്ഞു നടക്കുന്നതോ? അതിന് കുഴപ്പമൊന്നുമില്ലേ? ഞാൻ പറഞ്ഞല്ലോ, എന്നെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ നിർത്തടി. രണ്ടുപേരും തമ്മി കണ്ടാൽ എന്തോന്നായത്? നിങ്ങളൊരു കൂടപ്പുറപ്പുകളല്ലേ മക്കളെ നിങ്ങൾ? ഇതെപ്പോൾ തുടങ്ങി വഴക്കാ നിങ്ങളിത്? ഒരു നിസ്സാരപ്പെട്ട വഴക്കിനല്ലേ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കണ്ട ശത്രുക്കളെ പോലെ ആകുന്നത്? അഞ്ചും പത്തൊന്നും ഇല്ല എനിക്ക്, രണ്ടുപേരേ ഉള്ളൂ. ഈ രണ്ടുപേരും കൂടെ എന്തൊരു വഴക്കാണിത്? എനിക്കൊരു സ്വസ്ഥതയും സമാധാനം നിങ്ങൾ തരുന്നുണ്ടോ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലാണ്. എനിക്ക് വ്യത്യാസമൊന്നുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എനിക്ക് അധിക നാളൊന്നുമില്ല. നിങ്ങൾ എന്നീ സന്തോഷത്തോടെ കഴിയുന്നത്? ചെറുതിലേ നിങ്ങളെ തമ്മിൽ വഴക്കിടും, അത് പിന്നെ സ്വാഭാവികം. അത് പിന്നെ ആ വഴക്ക് വലുതായി 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 വന്ന് ഇപ്പതാ ശത്രുക്കളായിട്ടുണ്ട്. ചെറുതിലെ പിന്നെ നിസാരപ്പെട്ട കാര്യത്തിനൊക്കെയാ, ഇപ്പോഴും അതൊക്കെ തന്നെ. എന്തിനാ വഴക്കിട്ടത്? എന്തിനാ നിങ്ങൾ പിണങ്ങിയത്? നിങ്ങൾ കൂടപ്പുറപ്പുകളല്ലേ? ഇങ്ങനെയൊക്കെയായി നിങ്ങൾ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തുവാണ്? നീ ഇവളെ പറ്റി കുറ്റം പറയുന്നു, അവളെ പറ്റി കുറ്റം പറയുന്നു. ഈ പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ രണ്ടുപേരും ഈ നാറുന്നേന്ന്. നിങ്ങൾ എന്നെങ്കിലും സന്തോഷത്തോട്ട് നിങ്ങൾ കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. നിസ്സാരപ്പെട്ട കാര്യങ്ങൾക്കാണ്. എന്തിനാ കാര്യം? നിന്റെ വീട്ടിലെ പാല് കാച്ചിന് ഇവളെ ആദ്യം വിളിച്ചില്ലെന്ന് പറഞ്ഞ അവക്കാദ്യം. നീ ഏതാണ്ട് നിസ്സാരപ്പെട്ട കാര്യത്തെ ഏതാണ്ട് ചെയ്ത് പറഞ്ഞ അവക്കതിന്. ഇപ്പോൾ വഴക്ക് കൂടിയപ്പോൾ നിങ്ങളുടെ മക്കൾ ഇത് കണ്ട് വളരുക, അവരും ശത്രുക്കളായിട്ട് വരിക. നിന്റെ അവിടെ മക്കൾ ഒരേപോലെ വളർന്നു വരേണ്ടതാ. അപ്പോൾ അവർ തമ്മിൽ മിണ്ടാറുമില്ല, വഴക്കാറുമില്ല. നീ ഈ പൈസ മേടിക്കാൻ വന്നതാ. ഞാൻ നിന്നെ മനഃപൂർവ്വം വിളിച്ച് വരുത്തിയതാ. കാരണം ഇതിനൊരു അവസാനം വേണമല്ലോ. നാട്ടുകാരാണെങ്കിൽ കളിയാക്കി ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് രണ്ടും എൻ്റെ മക്കൾ തന്നെയാണോ എന്ന്. ദേ, ഇങ്ങനാണെങ്കിൽ ഞാനൊരു കാര്യം പറയണം.
ദാ ഇവിടെ വെച്ച് നിങ്ങളുടെ വഴക്ക് തീരുവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം കാണും. അതല്ല നിങ്ങൾക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോവുക. പിന്നെ എന്നെ തേടി ആരും വരരുത്. കാരണം എനിക്കൊരു സ്വസ്ഥയും സമാധാനം വേണം. എനിക്കതില്ല. എന്തോന്നാ ഇത്? ദേ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞ് തീരുമാനിക്കാം. ഞാൻ അകത്ത് കാണും. ഇനി നിങ്ങൾക്ക് സ്നേഹത്തോടെ, ഇനി വഴക്കൊന്നും ഇല്ലാത്ത നല്ല രീതിയിലാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. ഇനി നിൻ്റെ വീട്ടിലും 10 ദിവസം നിൽക്കുന്നില്ല, ഇനി ഇവിടെ വീട്ടിലും 10 ദിവസം നിൽക്കുന്നില്ല. ഇതിപ്പോൾ 2 ദിവസം കൂടുതൽ അവിടെ വീട്ടിൽ നിന്ന് ഇവക്ക് കുറ്റം, ഇവിടെ വീട്ടിൽ ഇപ്പോൾ 10 ദിവസം കൂടുതൽ നിന്ന് ഇവക്ക് കുറ്റം. എനിക്കിതിൽ രണ്ടുപേരും തുല്യമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് സ്വരമയോടെ പോകാൻ പറ്റുന്നെങ്കിൽ ഇതായി എൻ്റെ അടുത്ത് രണ്ടുപേരും ഒന്നിച്ച് വന്നാൽ മതി. അല്ലെങ്കിൽ എന്നെ ആരും കാണണ്ട. ഞാൻ നാളെ നേരം വെളുക്കുമ്പോൾ എൻ്റെ വഴി തേടി ഞാൻ പോവും. ഇതൊരു അവസാനം വേണ്ടേ? എന്തോന്നാ ഇത്? ആരോട് ദേഷ്യമൊന്നുമില്ല. ഞാൻ അവിടെ വീട്ടിൽ കയറുക. എനിക്ക് പിണക്കവുമില്ല. എനിക്കാരോട് ദേഷ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കണക്കൂട്ടി തന്നെ വന്നിരിക്കുന്നത്. എനിക്ക് നാളെ എങ്ങും പോയൊന്നും വേണ്ട. ഞാനിവിടെ 2 ദിവസമൊക്കെ നിന്നിട്ടേ പോകുന്നുള്ളൂ.